ജഗദീഷ് ചേട്ടൻ പിന്മാറി ശ്വേത ഈ സംഘടന നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ ശ്വേതയെ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്വേതയോട് എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷേ ശ്വേതയുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്വേത പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അത് അമ്മയിലെ അംഗങ്ങളും അറിയട്ടെ, നിങ്ങളിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയണം, അറിയട്ടെ. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ശ്വേത പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ചുക്കുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ശ്വേത എന്നോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ശ്വേത പറഞ്ഞത്, ഞാൻ മമ്മൂക്കായും ലാലേട്ടനും ഇല്ലെങ്കിൽ ഈ സംഘടന ഇല്ല, നിലനിൽക്കത്തില്ല. സത്യമാണത്. അതിൻ്റെ കൂടെ ഇടവേള ബാബു ചേട്ടനും കൂടെ ആ കസേരയിൽ വന്നിരുന്നാൽ മാത്രമേ ഈ സംഘടന ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓഗസ്റ്റ് 16-ാം തീയതി സംഘടന. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടിന് ഒരു ഗുണവും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെയുള്ള പെണ്ണുപിടിയന്മാരും പിന്നെ തന്നെ മോശപ്പെട്ട വ്യക്തികളും മാത്രമുള്ള ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട നിയമമാണ്. ഒരാൾക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടപ്പെട്ടവരുണ്ട്, വേണ്ടപ്പെടാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ രണ്ട് നിയമമാണ് ഉള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരോപണ വിധേയര് ആരും മത്സരിക്കേണ്ട എന്ന് പറയുകയും പിന്നീട് ബാബുരാജിന് നമുക്ക് കുറച്ച് ഇളവ് കൊടുക്കാം, ബാബുരാജ് ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയും പിന്നെ എന്ന് പറഞ്ഞ ഇടവേള ബാബു വരുന്നുണ്ട്. അതുപോലെ ജഗദീഷ് പറയുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാകാം. ജഗദീഷൊക്കെ എന്തൊരു നിലപാടില്ലാത്ത മനുഷ്യനാണ്. അതായത് ആ മനുഷ്യനൊക്കെ കുറച്ച് നിലപാടുള്ള ആളാണ്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതുപോലൊരു പാഴ്ജന്മം വേറെ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ചോദിച്ചിട്ടാണോ ഇങ്ങനെ നോമിനേഷൻ കൊടുത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജഗദീഷ് ഒക്കെ എന്ന് പറഞ്ഞൊരു പാഴ് ജന്മമാണ്. ഇയാളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബായ്ത്താളം വിട്ട് അടിക്കാം എന്നല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലെങ്കിൽ ഈ സംഘടന ഉണ്ടാവില്ല. ബാബുരാജും കൂടി ആ കസേരയിൽ ഇരുന്നാൽ മാത്രമേ സംഘടന ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ 16-ാം തീയതി കഴിഞ്ഞാൽ ഈ സംഘടന ഉണ്ടാവില്ല എന്ന് ആരാണ് പറയുന്നത്? ഈ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത്. കാരണം ശ്വേതാ മേനോൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ശ്വേതാ മേനോന് സിനിമ വേണമെങ്കിൽ ഇവരൊക്കെ വേണം. അതുപോലെ തന്നെ ശ്വേതാ മേനോന് പിന്നെ വേണ്ടപ്പെട്ടവരാണ് ഈ ബാബുരാജായാലും മറ്റവരായാലും. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോന് ഇവരെ പിന്നെ അവിടെ നിർത്തിയേ മതിയാവൂ. അതുകൊണ്ട് ശ്വേതാ മേനോൻ ഇവരെ പിന്തുണയ്ക്കുന്നു. പിന്നെ ശ്വേതാ മേനോൻ പറയുന്നത് പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കുമില്ല. അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കലാണ്. അവിടെ ഉള്ളത് ആരാ? ഇങ്ങനെയുള്ള ടീമുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരു കേസാണിത്. അതായത് ഇവരുടെ പാടായി എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ വേണമെങ്കിൽ 130 രൂപ കൊടുത്ത് സിനിമ കാണാം, വേണ്ടെങ്കിൽ നമുക്ക് കാണണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും ഒരു വലിയ തലവേദനയും ഇത് ചർച്ചയും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള ചർച്ചയാണ് വരുന്നത്. ഇപ്പോൾ ഉഷാ ഹസീനിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതായത് ഇവര് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളെ പോലെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവർക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇവർ പ്രതികരിക്കത്തുള്ളൂ, അല്ലാതെ എല്ലാ കാര്യത്തിനൊന്നും പ്രതികരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്യാങ്ങുകളാണ്. ആ ഗ്യാങ്ങുകളിൽ ഉള്ള ടീമുകളാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാതെ അവിടെ വേറെ ആരുമല്ല. ആ ഒരു ഗ്യാങ്ങിന്റെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് സിനിമയുണ്ടാകും, അതുപോലെ അവർക്ക് സഹായങ്ങൾ കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരൊന്നും മിണ്ടാൻ പാടില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗ്യാങ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന. അല്ലാതെ അവിടെ ഒരാൾക്ക് പോലും അവിടെ ഒരു വിലയോ അല്ലെങ്കിൽ കാര്യമോ ഒന്നുമില്ല. ഇപ്പൊ ബാബുവിന് അധികാരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോഴും ബാബു തന്നെയാണ് അത് ഭരിക്കുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇപ്പോഴും ബാബു തന്നെയാണ് അവിടുത്തെ അധികാരി. അപ്പൊ ബാബുവിന് പവറൊന്നും വേണ്ട. പക്ഷെ ബാബു പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ബാബുവിന് മാത്രമേ ഇത് കഴിയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു നടക്കുകയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ബാബു ഉണ്ടെങ്കിലേ ഈ സംഘടന പോകത്തുള്ളൂ, ബാബുരാജ് ഉണ്ടെങ്കിലേ ഈ സംഘടന പോകത്തുള്ളൂ എന്നിങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിന് അവിടെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥിയെ വരാൻ പാടുള്ളൂ. അതാണ് വേണ്ടത്. അത് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെയാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും ഭരിക്കുന്ന ഈ മോഹൻലാലും പിന്നെ ഇടവേള ബാബുവിനും ഇങ്ങനെ മാറിയിട്ടാക്കാനാണെങ്കിൽ ഈ സംഘടനയ്ക്ക് വല്ല തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ? ജഗദീഷിനെ വിട്ടുകളാ. ജഗദീഷിന് ഇനി ആ ഏരിയയിൽ അടുപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അയാൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ഉറപ്പുമില്ല, എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്ന് ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചത് അയാൾ ഭയങ്കര നിലപാടുള്ളവനാണ്.
അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ കയറി പറഞ്ഞപ്പോൾ ഇയാൾ തന്നെയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആവേണ്ടത് എന്നാണ് ഞാൻ അടക്കം കരുതിയത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇയാൾ പറയുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാനം അതായത് ഈ നോമിനേഷൻ കൊടുത്തത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്, അതുപോലെ വനിതകളെയാക്കണം എന്നുള്ള ചില ബലിശമായ കാര്യങ്ങളാണ് നമ്മുടെ ജഗദീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ജഗദീഷിന് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടും ഇതൊക്കെ ആവാം, പക്ഷെ ജഗദീഷിന് അതിനുള്ള ധൈര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്നുള്ളത് പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഘടനയായാലോ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ വ്യവസായമായാലോ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല, ദ്രോഹമല്ലാതെ ഒരു ഗുണവുമില്ല. ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നതാണ്, ജീവിത ഉപാധിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ അകത്തുള്ള ചില നാണം കെട്ട ചില നികൃഷ്ട ജീവികളുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശാപെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിലും നിലപാട് ഒരാൾക്ക് പോലുമില്ല. അവിടെ പല ആൾക്കാരും ആരോപണ വിധേയരാണ്. ദിലീപിനെ ആരോപണ വിധേയരാണ് കണ്ടപ്പോൾ ദിലീപിനെ ചവിട്ടി പുറത്താക്കി. ദിലീപിനെ പോലെ തന്നെ ചെയ്ത പലരും അവിടെയുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് അമ്മ എന്ന് പറയുന്ന സംഘടന പലപ്പോഴും ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരില്ലേ, അവരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ടോ? ഇപ്പൊ എവിടെ പോയി? പൃഥ്വിരാജ് എവിടെ പോയി? അതുപോലെ തന്നെ ആസിഫ് അലി എവിടെ പോയി? കുഞ്ചാക്കോവൻ എവിടെ പോയി? ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിലെ ഗർജിക്കുന്ന സിംഹമാണ് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോഴിവരെയൊന്നും അഡ്രസ് ഇല്ല. ഇവരൊക്കെ എവിടെ മുങ്ങിയെന്നും ആർക്കും അറിയില്ല. എവിടെയാണ് ഇവരൊക്കെ പോയി ഒളിച്ചിരിക്കുന്നത്? അതായത് ഇവരെ കൊണ്ടൊന്നും ഒന്നും സാധിക്കത്തില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു എന്താണ് കൈവെള്ളയിൽ കുടുങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതായത് ശരിക്കും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പിന്നെ സിനിമ പോലും ഉണ്ടാവില്ല. ആ ഒരു ഭയവും കാര്യങ്ങളും എല്ലാം ഇവർക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പ്രസിഡന്റ് ആകുന്നത് ഒരു പണിയും പരഗതിയില്ലാത്ത ആരെങ്കിലും ആയിരിക്കണം. അല്ലാതെ സിനിമ കിട്ടുന്ന ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ മത്സരിച്ച് നിന്ന് കഴിഞ്ഞാൽ, അതായത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ വരുമ്പം പിന്നെ അവർ അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇടവേള ബാബുവാണ്. പക്ഷെ അയാൾക്കെതിരെ ആരോപണമുള്ളതുകൊണ്ട് അയാൾ മാറി നിൽക്കണം. അപ്പോൾ അങ്ങനെ കേസോ കാര്യങ്ങളോ ഇല്ലാത്ത ആരെയെങ്കിലും പിടിച്ചിട്ടാക്കുവാൻ വേണ്ടത്. അല്ലാതെ ഒരു ഇതുമില്ലാതെ വെറുതെ ജനങ്ങളുടെ സമയം വേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു വാർത്തയും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ആവശ്യം എന്താണ്? എന്താ ഇതിൻ്റെ ആവശ്യം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതൊക്കെ ഒരു വലിയ പബ്ലിസിറ്റി ആയിട്ട് ഇതൊരു വലിയ ജനങ്ങൾ നാളെ എന്ന് പറഞ്ഞ അമ്മ സംഘടന ഇല്ലെങ്കിൽ ജനങ്ങൾ വെള്ളം കുടിക്കത്തില്ല, ജനങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല എന്നുള്ള നിലയിലാണ് ഇവിടെയുള്ള ചില സംസാരങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊന്നും ഇല്ലെങ്കിലോ ഈ ഒരു പരിപാടി ഇല്ലെങ്കിലോ ഇവിടെ എല്ലാവരും ജീവിക്കും. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വന്നിട്ട് തള്ളുന്നതെന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ തള്ളുകാരോട് ഞാൻ പറയുകയാണ്, ഇനിയെങ്കിലും കുറച്ച് മാന്യത പുലർത്തുക. അതായത് ആരോപണ വിധേയർ ഒരേ നിയമം വെക്കുക. അതായത് നിങ്ങൾക്കൊക്കെ കളങ്കിതമാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്ത്. അതാണ് പറയേണ്ടത്. അല്ലാതെ ഇമാതിരി തോന്നിയവാസം വന്ന് വിളിച്ചു പറഞ്ഞ് എന്നാൽ അവിടെയും ഇവിടെയും ഓരോ കാര്യങ്ങൾ ഓരോരാൾക്ക് എനിക്ക് വലിയാളാകണം, എനിക്ക് വലിയ ആളാകണം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പോന്നോട്ടെ. നന്ദി, നമസ്കാരം.